നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പത്രസമ്മേളനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന് കൃത്യമായി തലകൂരാൻ അറിയാം. എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് സതീശനെ അതിനു മുമ്പുള്ള ഈ വാർത്തകളിൽ കൊണ്ടുവന്ന് എത്തിച്ചാലും പത്രസമ്മേളനം അദ്ദേഹം വളരെ നൈസായിട്ട് അങ്ങ് ഊരിപ്പോയി. ഒരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായി ചോദിച്ചതിനെല്ലാം ഉള്ളിക്ക് ഉത്തരവുണ്ട്. ഒരിക്കലും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന രീതിയില്ല മറ്റു പലർക്കും ഉള്ളതുപോലെ. കൃത്യമാണ്, ഇന്നും അത് തന്നെ സംഭവിച്ചു. നമ്മളൊക്കെ പണ്ട് നാട്ടിൽ നമ്മുടെയൊക്കെ പ്രായം ചെന്ന വീട്ടിലെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പറയും, ഈ പൂച്ചയെടുത്ത് മേളിലോട്ടെറിഞ്ഞാൽ അത് 4 കാലം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി, അത് പഠിക്കാൻ വേണ്ടി ഞാനൊക്കെ പൂച്ച എടുത്ത് മേലോട്ട് എറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ ഉണ്ടായി വരുന്ന പൂച്ചക്കുഞ്ഞ് എടുത്താൽ നമ്മൾ മേലോട്ടെറിയും. എറിയുമ്പോൾ ഇതിങ്ങനെ 4 കാലം നിൽക്കും എന്ന് പറഞ്ഞ പോലെ സതീശൻ്റെ കാര്യം. എവിടെ നിന്നൊക്കെ വലിച്ചെറിഞ്ഞാലും ഈ പുള്ളി 4 കാലം വന്ന് നിൽക്കും. ഇന്നത്തെ കാര്യം, ഇന്നത്തെ പത്രസമ്മേളനം തന്നെ എടുത്തു നോക്ക്. ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് ഇതുകൊണ്ടാണ് ജനം സതീശനെ ഇഷ്ടപ്പെടുന്നത്. അതെ, എന്താണെന്നറിയോ, സതീശൻ ഒരു അഭ്യാസിയാണ്. അത് ഇറങ്ങി ഓടില്ല, ഉത്തരം പറയാതെ ഇറങ്ങി ഓടില്ല. പിണറായിപ്പോൾ ഇറങ്ങി ഓടുന്ന പരിപാടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, അഭ്യാസിയാണ്. ഒരുപാട് അഭ്യാസം കയ്യിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അദ്ദേഹം തന്നെ നൈസായിട്ട് തന്നെ ഊരി. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ KSU വിഷയം, ഗവൺമെന്റ് പ്ലീഡർമാരുടെ വിഷയം, ഈ ഗവൺമെന്റ് പ്ലീഡർമാരുടെ വിഷയം കഴിഞ്ഞ ബുധനാഴ്ചത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം KSUവിനെ പരിഹസിച്ചത്. അതെ, KSU ലോ കോളേജ് യൂണിറ്റ് ആണോ ഇവിടുത്തെ പ്ലീഡർ നിയമനത്തിന്റെ തീരുമാനമെടുക്കേണ്ടതെന്ന് ചോദിച്ചു. അതിനെ തുടർന്ന് വലിയതായിട്ട് ഈ വിവാദം തീപിടിച്ചു. അലോഷ്യസ് സേവ്യർ, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഇതിനെതിരെ രംഗത്ത് വരുന്നു. അതുകൂടാതെ അദ്ദേഹം സതീശനെ നേരിട്ട് കാണാനുള്ള അനുമതി തേടുന്നു. അദ്ദേഹത്തിന് അനുമതി കിട്ടുന്നില്ല. അവസാനം വിളിക്കാത്ത വിരുന്നിന് ചെല്ലുന്നു എന്ന് പറഞ്ഞ പോലെ അലോഷ്യസ് സേക്രഡ് ഹാർട്ട് കോളേജിൽ അലോഷ്യസ് സേവ്യർ ചെല്ലുന്നു തേവരയിൽ. അവിടെ വെച്ച് സതീശൻ അയാളെ തൊട്ടടുത്ത് നിന്നിട്ട് കണ്ടിട്ടില്ലാത്ത പോലെ ഇറങ്ങി പോകുന്നു. അപ്പോൾ അതിനുശേഷം അലോഷ്യസ് സേവ്യറും KC വേണുഗോപാലും എല്ലാം ചേർന്ന് ഡീൻ കുര്യാക്കോസ്, KA ബാബു എല്ലാവരും കൂടി ഈ വിഷയം ഒരു വലിയ വിഷയമായിട്ട് കത്തിക്കുന്നു. ഈ VM സുധീരൻ അയാൾക്ക് പിന്തുണ കൊടുക്കുന്നു. ജിയോണ ജെയിംസ് എന്ന് പറയുന്ന ആ ഗവൺമെൻറ് ലീഡറായിട്ട് നിയമിക്കപ്പെട്ട യുവതി ഈ ഡീൻ കുര്യാക്കോസ് MPയുടെ ശുപാർശയിൽ വന്നതാണെന്ന് പറയുന്നു. ഇതെല്ലാം ഇങ്ങനെ കത്തിപ്പടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സതീശ് എന്ത് ചെയ്യുന്നു, അലോഷ്യസ് സേവ്യറോട് ഒന്ന് കാണാൻ പറയുന്നു. അത് ഇന്നലെ മിനിഞ്ഞാന്ന് പോയി കണ്ടിട്ട് എന്ത് സംഭവിക്കുന്നു, കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അലോഷ്യസ് സേവ്യർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെ മാറ്റിത്തരണം. പറഞ്ഞു ക്യാബിനറ്റ് തീരുമാനിച്ച ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. MPമാർ ലോയേഴ്സ് കോൺഗ്രസ് പറഞ്ഞാൽ അവിടെ നടക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അലോഷ്യസ് സേവ്യർ വിവാദമൊക്കെ അവിടെ പൂഴ്ത്തി വെച്ചിട്ട് മനസമാധാനത്തോടെ ഒന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ അനക്കമില്ല, ഒന്നുമില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. VD സതീശൻ്റെ തൊട്ട് മുമ്പിൽ നിന്നയാളാണ് അലോഷ്യസ് സേവ്യർ, തേവര SH കോളേജ്. ഇന്ന് സതീശൻ പറയണം, ഞാൻ അയാളെ കണ്ടില്ല. പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് പോകേണ്ട തിരക്കിലായിരുന്നു, ഡൽഹിക്ക് പോകാനായിരിക്കും, ഞാൻ ആകെ തിരക്കിലായിരുന്നു, കണ്ടില്ല, ഞാൻ അയാളെ കണ്ടില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചു പോയി. എന്തൊരു മുട്ട നുണയാണ് പറയുന്നത്. അയാൾ കണ്ടില്ല, അയാളെ വ്യക്തമായിട്ട് കണ്ടു. മൈൻഡ്, ഒരാൾ കാണാതെ പോകുന്നതും കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നതും രണ്ടാണ്. മാത്രമല്ല ഒരു പരിചയനായ ഒരാളെ നിൽക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുമ്പോൾ പ്രത്യേകം മറ്റം മനസ്സിലാവുന്നു. മാത്രമല്ല ആ വിവാദം കത്തി നിൽക്കുകയാണ്. അലോഷ്യസ് സേവ്യർ ഇയാളെ കാണാൻ അവിടെ വന്നിട്ടുണ്ടെന്ന് ഇയാൾക്ക് അറിയാം. അയാൾ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് അലോഷ്യസ് സേവ്യർ താഴെ ഇരിക്കുന്ന കണ്ടു. ഇതൊരു വേദി അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങി അലോഷ്യസിനെ വിളിച്ച് പുറത്ത് തട്ടി നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേണേൽ പോകാവുന്നതാണ്. അവിടെ ചെയ്യുന്നില്ല. എന്തായാലും ഇയാളെ കലിപ്പിലാണ്. കാരണം ഇയാളെ പ്രതിക്കൂട്ടിലാക്കി കളഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റയടി പ്രതിക്കൂട്ടിലാക്കി കളഞ്ഞു. കാരണം ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനം കച്ചവടമാക്കിയെന്നും അതിന് കച്ചവടത്തിനായിട്ട് ഈ നിയോഗിച്ചതുമൊക്കെയുള്ള രീതിയിലോട്ട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വന്നു. അങ്ങനെ വന്ന് ആകെ സതീശൻ ആകെ കിളി പോയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ആ വെറുപ്പ് പ്രകടമാക്കി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ ഇന്ന് പത്രസമ്മേളനത്തിൽ സതീശൻ ഒറ്റ വാക്കി പോയി, ഞാൻ അയാളെ കണ്ടില്ല. ഇപ്പം എന്തോ എനിക്ക് ധൃതിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന ഒരെണ്ണത്തോട്ട് ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുമോ, നിങ്ങൾ കള്ളം പറയുമല്ലേ, നിങ്ങൾ കണ്ടില്ല? അപ്പോൾ ഉടനെ സതീശൻ ചോദിക്കും, നിങ്ങൾ എൻ്റെ കണ്ണ് വെച്ച് നിങ്ങളാണോ നോക്കിയത്? അത് അങ്ങനെ ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം അടുത്ത 10,000 കോടി ടാറ്റയുടെ ഷിപ്പിംഗ് പദ്ധതി അപ്പോൾ അതിനകത്തുനിന്നും അദ്ദേഹം ടാറ്റയുമായിട്ടുള്ള ചർച്ച തുടരുകയാണ്. കേരളത്തിൽ ഒരിടത്ത് കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി മാത്രമല്ല, പോർട്ട് സിറ്റി എന്ന് പറയുന്ന ഇതിന് എല്ലാത്തിനും വേണ്ടിയാണ് 10,000 കോടി രൂപയുടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ടാറ്റ മാത്രമല്ല, മറ്റു ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് ചോദിച്ചു. ആ ചിത്രം പുറത്തു വിട്ട ആരാണ്? കുഞ്ഞാലിക്കുട്ടി. സതീശൻ എന്തുകൊണ്ട് അത് പുറത്തു പോയിട്ടില്ലെന്ന് ചോദിച്ചാൽ അതാണ് സതീശന്റെ ബുദ്ധി. സതീശന്റെ റൈറ്റ് ഹാൻഡും മനസാക്ഷി സൂക്ഷിപ്പാനും ഒക്കെ ആയിട്ട് കുഞ്ഞാലിക്കുട്ടി മാറിയിരിക്കും. അതെ, അന്ന് ന്യായീകരിച്ചല്ലോ, പലതവണ ആദ്യത്തെ വള്ളംകളിക്ക് അവധി കൊടുക്കുന്ന വിഷയത്തിൽ ന്യായീകരിച്ചു.
അപ്പോൾ ഇതിനകത്തും പുള്ളി ഇത് കഴിഞ്ഞ ദിവസം ടാറ്റ പ്രതിനിധികൾ ചർച്ച നടത്തുന്നു എന്നും പറഞ്ഞ് പടം വിട്ടു. അത് എന്ത് ചർച്ചയാണ് നടത്തിയത് ടാറ്റാക്കാർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ ഒരു പുതിയ മന്ത്രിസഭ ഇവിടെ അധികാരം ഏൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി എല്ലാ വൻകിട കമ്പനികളുടെയും പ്രതിനിധികൾ വരും. അവർ കേട്ട് വിസിറ്റാണ്, അത്രയേ ഉള്ളൂ. അതിന് വന്നതാണോ അതോ ഇനി സീരിയസ് ചർച്ച നടത്താൻ വന്നതാണോ നമുക്കറിയില്ല. ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞു അവർ ഞാൻ ചർച്ച നടത്തി, നിങ്ങൾ ചിത്രങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതും തീർന്നു. അതെ, അങ്ങനെ വഖഫില് പിന്നെ അത് വഖഫിൽ 2 അമുസ്ലിങ്ങളെ നിയോഗിച്ചു. അത് കേന്ദ്ര സർക്കാരാണ് അത് എന്താ ചെയ്യുന്നത്, കേന്ദ്ര സർക്കാരാണ് ഈ നിയമം ഭേദഗതി ചെയ്തത്. അത് പക്ഷേ വഖഫിൽ അമുസ്ലിങ്ങളെ വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചത് ഷോൺ ജോർജ് അടക്കം ആണ്. അവിടെ പക്ഷേ എന്താണ് സംഭവിച്ചത്, അതിനകത്തൊരു പ്രശ്നം വന്നതെന്ന് അറിയോ, വഖഫ് ബോർഡിൽ ഈ ഷോൺ ജോർജിൻ്റെ ഹർജിയാണ് ഈ കുഴപ്പമുണ്ട്. വഖഫ് ബോർഡിലെ അമുസ്ലിങ്ങളുടെ മാത്രമല്ല, കഴിഞ്ഞ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുഴുവൻ നിയമവിരുദ്ധമായിട്ട്. അത് കാണിച്ച് അവിടെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത ഒറ്റയാളേ ഉള്ളൂ, റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള സ്റ്റാലിൻ ദേവൻ. അദ്ദേഹം ഇതിനകത്ത് ഓരോന്നും അക്കമിട്ട് നിരത്തിയാണ്. മുനമ്പത്തെ വിഷയത്തിലും അദ്ദേഹമാണ് സജീവം ഇടപെട്ടത്. അദ്ദേഹത്തിന് നിയമം അറിയാം. അദ്ദേഹം പറഞ്ഞു ഈ ഹൈക്കോടതി ഈ പറയുന്ന ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ നിയമവിരുദ്ധമായിട്ടാണ്. ഇതിനകത്ത് ഈ അമുസ്ലിങ്ങളുടെ വിഷയം അവർ ഒഴിച്ചിട്ടു. പക്ഷേ അമുസ്ലിങ്ങളുടെ ഇത് വെച്ചിട്ട് പുതുക്കിയ വഖഫ് ബോർഡ് ആ ഒരു ചട്ടം ഇവിടെ കേരള സർക്കാർ നടപ്പിലാക്കിയത് LDF സർക്കാരാണെന്ന് സതീശൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ്, അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ആ നയം ഇവിടെ നടപ്പാക്കിയെങ്കിൽ പിന്നെ അത് പാലിച്ചേ പറ്റൂ. സർക്കാരിന് ഹൈക്കോടതിയിൽ വേറൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് കൃത്യമായ മറുപടി കൊടുത്തു. അതെ, സതീശൻ അതിനും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. സത്യത്തിൽ വഖഫ് ബോർഡ് വിഷയം പ്രശ്നമാക്കി കളഞ്ഞത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ആ ഉത്തരവ് വന്നതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചട്ടം അനുസരിച്ച് നിയമിക്കാൻ പറഞ്ഞു. അതായത് ഒരു MLA വേണം ഇതിനകത്ത്. ഇതിനകത്ത് തോറ്റുപോയ MLA ആണ് വെച്ചിരിക്കുന്നത്. അയാൾ ഇപ്പോഴും തുടരും, അയാൾ രാജിവെച്ചിട്ടില്ല. മുഴുവൻ ചട്ടലംഘനമാണ്. അതുപോലെ റവന്യൂ വകുപ്പിനാണ് ഇത് വേണ്ടത്. അപ്പോൾ ഈ റവന്യൂ വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറിയാണ് ഇതിനകത്ത് വരേണ്ടത്. ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് വരും. ഇതിനകത്ത് ഇവർ വെച്ചിരിക്കുന്നതാണ് നിയമവകുപ്പിൽ നിന്ന് ഒരു റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി വേണ്ടത് നിയമവകുപ്പിൽ നിന്ന് ഒരു അണ്ടർ സെക്രട്ടറിയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതും നിയമവിരുദ്ധമാണ്. അങ്ങനെ ഈ പറഞ്ഞ എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട് വരുന്നവരും ഈ പറയുന്ന 2 മുസ്ലിം അംഗങ്ങൾ, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഈ പറയുന്ന അതുപോലെ വേറെ 1-2 അംഗങ്ങളെ ഇവർ നിയമിച്ചിട്ടില്ല. അതെ, അങ്ങനെയൊക്കെ ഉണ്ട്. ആ പറഞ്ഞ അത് കൃത്യമായിട്ട് കാണിച്ച് സ്റ്റാലിൻ ദേവൻ അതിനകത്ത് പോയി. ആ സ്റ്റാലിൻ ദേവന്റെ ഹർജിക്കാണ് സത്യത്തിൽ ഹൈക്കോടതി. എപ്പോഴും സംഭവിക്കാനുള്ള കുറെ രാഷ്ട്രീയക്കാർ പെട്ടെന്ന് എന്ത് സംഭവിച്ചാലും ക്രെഡിറ്റ് അവർ ആദ്യം എടുക്കും. അതിന് ഇയാൾ കയറി ക്രെഡിറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ആ മുസ്ലിങ്ങളെ മാത്രം പിടിച്ചുകൊണ്ട് അവർ എവിടെ പോയി, വഖഫ് ബോർഡിൽ പോയി. ആ വിഷയത്തിലാണ് ഇന്നലെ വഖഫ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിക്ക് ഭേദഗതി വരുത്തിക്കൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ആ വിഷയത്തിൽ ഇന്നിപ്പം അത് സതീശൻ സർക്കാരാണിത് കുഴപ്പമാക്കിയത്. അമുസ്ലിങ്ങളെ നിയമിക്കാൻ തീരുമാനിച്ച് സതീശൻ സർക്കാരാണ് എന്നുള്ള രീതിയിൽ LDF പ്രചാരണം ആരംഭിച്ചു. അതിനാണ് ഇന്ന് അദ്ദേഹം മറുപടി കൊടുത്തത്. ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇവിടെ നടപ്പാക്കിയത് LDF സർക്കാർ. ഇനി ഇവ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. എല്ലാം കേന്ദ്ര സർക്കാർ പറഞ്ഞത് ശരി, ഞങ്ങൾ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ തലയ്ക്ക് വെക്കാനുള്ള ശ്രമമാണല്ലോ LDF നടത്തുന്നത്. അപ്പോൾ കൃത്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സതീശൻ നല്ല വ്യക്തമായിട്ട് ഈ വിവാദ വിഷയങ്ങൾ ഇത് 3 അതെ, ഈ ചോദ്യങ്ങൾ, ഒരാഴ്ചത്തെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത എല്ലാം കൂടിയാണ് ഇന്ന് ചോദിച്ചത്. അതിനകത്ത് 3-നും സതീശൻ മനോഹരമായിട്ട് തലയൂരി. KSUക്കാരനെതിരെ പോയെന്ന് പോലും നമുക്കറിയില്ല. അല്ലെ, സതീശൻ്റെ വലിയ ഗുണം അദ്ദേഹം ഒരു അക്കാഡമിക് രീതിയിൽ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്, വായിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തലയൂരാനുള്ള ഒരു ബേസിക് ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനുള്ള ഒരു നേരത്തെ പറഞ്ഞ ഒരു അഭ്യാസത്തെ തന്നെ അറിയാം. പിന്നെ ഈ KPCC പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വലിയ ചോദ്യമൊന്നും വന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ പിന്നെ ജന്തർ മന്ദറിലെ സമരത്തെക്കുറിച്ചും പാറ്റ സമരത്തെക്കുറിച്ചും എല്ലാം കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അത് മാത്രം ഇന്നലെ അദ്ദേഹം താരമായല്ലോ. അതെ, ഡൽഹിയിൽ ചെന്ന് കോൺഗ്രസ്സുകാർ സമരം ചെയ്യാൻ പോയപ്പോൾ കേരള മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും എല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമരത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയതിനിടയിൽ കൂടെ. അതെ അതെ, അതാണ്. അങ്ങനെ എന്തായാലും പതിവ് പോലെ തന്നെ അദ്ദേഹം ഇതിൽ നിന്ന് തലയൂരി എന്നുള്ളതാണ് വാസ്തവം.